ഹായ് ഓൾ, ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഇന്ന് +1 സയൻസ് ഗ്രൂപ്പ്, കൊമേഴ്സ് ഗ്രൂപ്പ്, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എല്ലാ ഗ്രൂപ്പിലും നമുക്ക് എന്തുണ്ട്, ഒരു സ്പോർട്സ് കോട്ടയുണ്ട് അല്ലെ. ആ സ്പോർട്സ് കോട്ടയിലേക്ക് അഡ്മിഷൻ എങ്ങനെ കിട്ടണം എന്ന് ഒരു പാരന്റ് എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. അപ്പൊ 2025-26 അധ്യയന വർഷത്തില് +1 സ്പോർട്സ് കോട്ടയിലേക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ രജിസ്ട്രേഷൻ ആൻഡ് വെരിഫിക്കേഷൻ പ്രക്രിയകൾ ശനിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള വെബ്സൈറ്റ് എല്ലാവരും നോട്ട് ചെയ്യുക: www.sports.hscap.kerala.gov.in. അപ്പൊ എന്താ വെബ്സൈറ്റ് പ്രാവശ്യം പറയാണ്, sports.hscap.kerala.gov.in. ഇതാണ് ഈ വെബ്സൈറ്റ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ഈ വെബ്സൈറ്റ് ആണ്. ഇനി സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ സ്പോർട്സ് കോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പലരും ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചെറുപ്പത്തിലെ കൊച്ചുനാളുകളിലുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരിക്കണേ. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഡേറ്റ് ഉണ്ട്. അതായത് 2023 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏകദേശം നിങ്ങളുടെ ഒരു 8ാം ക്ലാസ്സിൽ തൊട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ അവിടെ വാലിഡിറ്റി വരുന്നുള്ളൂ അല്ലെ. സാധാരണ 8ാം ക്ലാസ് വരെ എല്ലാ സ്പോർട്സിലും ഓട്ടം, ചാട്ടം അങ്ങനെയൊക്കെ ആയിട്ട് പോയി. 8ാം ക്ലാസ് ആകുമ്പോൾ പാരന്റ്സ് പലരും പറയും, ഇനി ഓട്ടം, ചാട്ടം, സ്പോർട്സ് ഒന്നും വേണ്ട, നിങ്ങള് ഒരു ഹൈസ്കൂളിലേക്ക് പോവാണ്, അത് കാരണം പഠിപ്പ് മാത്രം മതി അല്ലെ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് പണി പാടും. ഇനി നമ്മള് ഈ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യണം അല്ലെ. സ്പോർട്സ് കോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 2. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ അതിന് എന്താണ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പകർപ്പുണ്ടാവും. അതുപോലെ രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. പിന്നെ മൂന്നാമത്തെ കാര്യം ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ നിങ്ങളുടെ ഫോട്ടോ കോപ്പി. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിൽ ഓഫീസിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഇനി 4ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോവാ. സ്റ്റെപ്പ് നമ്പർ 4, സ്കോർ കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അഗെയിൻ നിങ്ങൾ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ള 4 സ്റ്റെപ്പാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. അപ്പൊ സ്റ്റെപ്പ് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ, വെബ്സൈറ്റിലേക്ക് പോകണം. ഏത് വെബ്സൈറ്റാ, sports.hscap.kerala.gov.in അല്ലെ. രണ്ടാമത്തെ കാര്യം എന്താ, അപ്ലോഡ് യുവർ സർട്ടിഫിക്കറ്റ്. മൂന്നാമത്തെ കാര്യം എന്താ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. 4ാമത്തെ കാര്യം എന്താ, വീണ്ടും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രക്രിയ എവിടെ ചെയ്യണ്ടേ, ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിൽ ഓഫീസിലാണ് ചെയ്യേണ്ടത് അല്ലെ. അതിനുശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സ്കോർ കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്ന മുറയ്ക്ക് വീണ്ടും ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളൊക്കെ നിങ്ങൾക്ക് +1 സ്കൂൾ ഏതാണോ പഠിക്കാൻ താല്പര്യം അവിടെ നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം അല്ലെ. ആ സ്കൂൾ നിങ്ങളുടെ ചോയ്സ് സെലക്ട് ചെയ്യും. ഇനി ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാണ്, നിങ്ങളുടെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിലത്തെയോ 4ാം ക്ലാസ്സിലത്തെയോ അല്ല വേണ്ടേ. 2023 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെയുള്ളതാണ്. ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, മെയ് 28 5 PM വരെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ടുള്ള, രജിസ്ട്രേഷൻ ചെയ്യാനും വെരിഫൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റിലേക്ക് നിങ്ങൾക്ക് വിളിക്കാനായിട്ട് ഒരു നമ്പർ ഉണ്ട്, 0474-274-6720. നമ്പർ ഒരിക്കൽ കൂടി പറയാണ്, 047427467220. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഭാവി തലമുറ അല്ലെ ഈ പറയുന്ന പോലെ സ്പോർട്സ് എല്ലാം തന്നെ ആയിട്ട് ആക്റ്റീവായിട്ട്
ലഹരിക്ക് അടിമപ്പെടാതെ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ലഹരിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പുതിയ തലമുറ നമുക്കുണ്ടായിരിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.